ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് 3D ട്യൂട്ടോറിയൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രൂഡ് എന്നുള്ള ടൂള് വെച്ച് വളരെ സിമ്പിളായി എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ അതിന് ആദ്യം ചെയ്യുന്നത് വ്യൂ പാനലിൽ വന്ന് ഈ SW ഐസോമെട്രിക് ആയി കിടക്കുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് അത് ടോപ്പ് വ്യൂ ആക്കുക എന്നുള്ളതാണ്. ദെൻ റെക്റ്റാങ്കിൾ എടുത്തു. അതിന് ഡയമെൻഷൻ ഒക്കെ ഞാൻ ഏകദേശം കൊടുക്കുന്നതാണ്. ഓക്കെ, നീളം ഞാനൊരു 200 കൊടുക്കുന്നു, വീതി 100 കൊടുക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് വെച്ച് ചെയ്യുക. ഞാൻ ഈ പറയുന്ന മെത്തേഡ് മാത്രം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അളവ് ഏത് വേണമെങ്കിലും കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ 200 നീളവും 100 വീതിയുള്ള ഒരു ഭാഗം വരച്ചു. ഇത് ടേബിളിന്റെ ടോപ്പിലെ ഭാഗമാണ്. ദെൻ 4 കാല് വരുന്ന രീതിയിലുള്ള ഒരു ടേബിളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കാലുകൾ ഇനി വരക്കേണ്ടതുണ്ട്. അപ്പൊ കാലുകൾ വരക്കാൻ ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. ഇവിടെ ഒരു കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയമെൻഷൻസിലേക്ക് വന്ന് ലെങ്ത് ഞാനൊരു 8 സെന്റിമീറ്ററും വീതി ഞാനൊരു 7 സെന്റിമീറ്ററും കൊടുത്തു. ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സാധാരണയായി ടേബിൾ ഇവിടെ എൻഡിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടല്ലല്ലോ ഉണ്ടാവുക. ഇവിടുന്ന് കുറച്ച് താഴേക്കും ഇവിടുന്ന് കുറച്ച് സൈഡിലേക്കും ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ ചെയ്യാം? നമുക്ക് മൂവ് ചെയ്താൽ പോരെ. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനൊരു 3 സെന്റിമീറ്റർ മൂവ് ചെയ്യുന്നു. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഈ പോയിന്റ് പിടിക്കുന്നു, ഇങ്ങോട്ട് 3. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവ് ചെയ്യുമ്പോൾ കൃത്യമായി ഓർത്തോ ഓൺ ആക്കണം, എന്നാലേ സ്ട്രെയിറ്റ് മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. ഇനി എന്താ പരിപാടി? 2, 3, 4 3 കാലും കൂടെ ക്രിയേറ്റ് ആക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? മിറർ ചെയ്താൽ മതി. MI ആണ് അതിന്റെ ഷോർട്ട് കീ. എൻ്റർ ചെയ്യുക. നമ്മുടെ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ എന്ന് പറയുമ്പോൾ ദാ ഈ മിഡ് പോയിന്റ് പിടിക്കുക, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ പിടിക്കുക, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. വീണ്ടും ഈ രണ്ടെണ്ണം കൂടെ ഇപ്പുറം മിറർ ചെയ്യണം. MI ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള വിൻഡോ സെലക്ഷൻ എടുക്കുക, എൻ്റർ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ ലെഫ്റ്റ് ക്ലിക്ക്, സെക്കൻഡ് പോയിന്റ് ഓഫ് മിറർ ലൈൻ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക്, ദെൻ എൻ്റർ. 4 കാലുകളും ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇതിന് തിക്നെസ് കൊടുക്കണം. അതിനുവേണ്ടി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നുള്ള വ്യൂ സെറ്റ് ചെയ്യുക. ദെൻ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ടൂൾ ഇവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? EXT എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ട് എടുക്കാം. ദെൻ ടേബിളിന്റെ ടോപ്പിലെ ഭാഗമാണ് നമ്മൾ ഹൈറ്റ് കൊടുക്കുന്നത്. 3 സെന്റിമീറ്റർ ആണ് ഞാനിപ്പോ അതിന് കൊടുക്കുന്ന ഹൈറ്റ്. അപ്പൊ ആ ഭാഗം സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് പോയിന്റ് ഈ കോർണറിലും എൻ പോയിന്റ് ചോദിക്കുമ്പോൾ മുകളിലേക്ക് ഡയറക്ഷൻ വെക്കുക. ക്ലിക്ക് ചെയ്യരുത്, മുകളിലേക്കുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. തിക്നെസ് ആയി 3 കൊടുത്ത് എൻ്റർ ചെയ്യുക. അത് കറക്റ്റ് വന്നിട്ടുണ്ടാവും. എഗെയിൻ വീണ്ടും 4 കാല് ചെയ്യണം. അപ്പോൾ EXT ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഈ മൊത്തം ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക. ഈ മൊത്തം ഒബ്ജക്റ്റിനും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഓൾറെഡി ഈ ടേബിളിന്റെ ടോപ്പ് ചെയ്തതല്ലേ, അതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രൂഷൻ വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല, കാരണം അത് ഓൾറെഡി എക്സ്ട്രൂഡഡ് ആയതാണ്. രണ്ടാമത് അതിന് വേറെ ഒന്നും മാറ്റം വരാനില്ല. അപ്പൊ ധൈര്യത്തിൽ ചെയ്തോളൂ. എക്സ്ട്രൂഡ് ചെയ്യപ്പെടാത്ത 4 ഒബ്ജക്റ്റുകൾ മാത്രമേ എന്താവുള്ളൂ, എക്സ്ട്രൂഡ് ആവുള്ളൂ. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യുക. ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഇവിടെ, എൻ പോയിന്റ് ചോദിക്കുമ്പോൾ താഴേക്ക് വെച്ചു. ഞാനൊരു 83 സെന്റിമീറ്റർ ആണ് കാലിന്റെ ഹൈറ്റ് കൊടുക്കുന്നത്. 83 കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ക്ലിയർ ആയി. ഇപ്പൊ 3D എന്ന് പറയുമ്പോൾ ഫുൾ കളർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ കാണാറുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇപ്പം കളർഫുൾ ആയി ഇവിടെ കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഷ്വൽ സ്റ്റൈൽ 2D വയർ ഫ്രെയിം ആയതുകൊണ്ടാണ്. എന്താ ഈ 2D വയർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ? 3D ഒബ്ജക്റ്റിന്റെ ഇന്നർ എഡ്ജസ് പോലും, അത് നോക്കിയേ, ഉള്ളിൽ കാണുന്ന എഡ്ജുകൾ പോലും വളരെ വ്യക്തമായി കാണുന്ന, വൃത്തിയായി കാണുന്ന ഒരു വിഷ്വൽ സ്റ്റൈലാണ്. എന്താണ്? 3D ഒബ്ജക്റ്റിന്റെ ഇന്നർ എഡ്ജസ് പോലും വളരെ വ്യക്തമായി കാണുന്ന, ലൈൻ പോലെ കാണുന്ന ഒരു വിഷ്വൽ സ്റ്റൈലാണ് വയർ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2D വയർ ഫ്രെയിം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മാറ്റിയിട്ട് റിയലിസ്റ്റിക്കലാക്കി വെച്ചാൽ അടിപൊളിയായി. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം, അതായത് ഓർബിറ്റ് ചെയ്യണമെങ്കിലോ ഷിഫ്റ്റും സെന്റർ ബട്ടണും പിടിക്കുക. നമ്മൾ 3D റൊട്ടേറ്റ് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ. ഷിഫ്റ്റും സെന്റർ ബട്ടണും പിടിച്ച് ഇങ്ങനെ മൗസ് അനക്കുക. അപ്പൊ എല്ലാ സൈഡും ഒബ്ജക്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇത് റൊട്ടേറ്റ് അല്ല, ഓർബിറ്റ് എന്നാണ് ഈ ടൂളിനെ പറയാ. 3D ഓർബിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് ഇനി ചെയ്യേണ്ടത്
ഇതിന്റെയും താഴെ സപ്പോർട്ടുകൾ വേണം. 4 സപ്പോർട്ടുകൾ വേണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ടോപ്പ് വ്യൂയിലേക്ക് വരിക. ഇവിടെ 2D വയർ ഫ്രെയിം എടുക്കുക. റെക്ടാങ്കിൾ എടുത്തിട്ട് ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരച്ചു കൊടുത്തു. അതുപോലെ ശ്രദ്ധിക്കൂ. ഇപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ വരക്കുമ്പം ഇവിടെ കൃത്യമായിട്ട് പോയിന്റ് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് പോയിന്റ് കാണുന്നില്ല. അത് കൂടാണ്ട് പുറമെ ഒരു ലൈറ്റ് ഒരു നീല കളർ എന്തോ ഒബ്ജക്ട് സെലക്ട് ആയതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ? അതെന്താന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. ആ ഡൈനാമിക് യൂസിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ടാണ്. അതെന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ കസ്റ്റമൈസേഷനിൽ വരുക. ഇതിനകത്ത് ഡൈനാമിക് യൂസിയസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സിമ്പിൾ വരുന്നുണ്ട്. അതൊന്ന് ഓഫ് ആക്കി കൊടുത്താൽ മതി. അത് ഓഫ് ആക്കിയതിന് ശേഷം ഇനി എടുത്ത് നോക്കിയേ. വാ, സൂപ്പർ ആയിട്ട് വന്നില്ലേ? അതെന്താന്ന് ഞാൻ പറയാം കേട്ടോ. ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആക്കി പറയാൻ വെച്ചിട്ടാണ്. നോക്കൂ, റെഡി അല്ലേ? 4 വരച്ചു കൊടുത്തു. സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്ക് വരിക. then എക്സ്ട്രൂഡ് എടുക്കുന്നു. ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എനിക്ക് താഴേക്കാണ് വേണ്ടത്, ഒരു 5 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ ഡയറക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടുന്ന് താഴേക്ക് വെച്ചു, 5 കൊടുത്ത് സെറ്റാക്കി. വാ, സൂപ്പർ. ദെൻ ഇവിടെ റിയലിസ്റ്റിക്കിലേക്ക് വന്നപ്പോ ഷിഫ്റ്റും സെന്റർ ബട്ടണും പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. നോക്കിയേ, സൂപ്പർ അല്ലേ? ഇനി എനിക്ക് വേണ്ടത് എന്താ? ഇവിടെയും ഒരു സപ്പോർട്ട് വേണം. അപ്പൊ ഇവിടെയും ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതിന് രണ്ടിനെയും സെലക്ട് ചെയ്യുക. ഇതിന്റെ Z ആക്സിസ് ക്ലിക്ക് ചെയ്യുക. then താഴെയുള്ള കോപ്പി എടുക്കുക. ജസ്റ്റ് ആവശ്യമുള്ള സ്ഥലത്തുനിന്ന് വെച്ചാൽ മതി. 2 പ്രാവശ്യം എസ്കേപ്പ് ചെയ്യാം. സെറ്റ്. സൂപ്പർ സംഭവം. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ഗ്ലാസ് കയറ്റിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. ഗ്ലാസ് വെച്ചിട്ടുള്ള അതാണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. വീണ്ടും ടോപ്പ് വ്യൂയിലേക്ക് പോവുക. ദെൻ ഇവിടെ വയർ ഫ്രെയിം ആക്കുക. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ഒബ്ജക്റ്റിനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട് ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുക. ദെൻ ഓഫ്സെറ്റ് എടുത്തിട്ട് ഞാനൊരു 30 എന്ന് കൊടുക്കുകയാണ്. വരച്ചു ശേഷം ആ റെക്ടാങ്കിൾ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. റെഡി? ഇതിന്റെ ഒരു കോപ്പിയും കൂടെ ഞാനൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. CO ടൈപ്പ് ചെയ്തിട്ട്. കാരണം ഈ ഭാഗം ഞാൻ കട്ട് ചെയ്യേ, ഈ ഭാഗം ഗ്ലാസ് ആക്കാനാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിനിങ്ങോട്ട് ഗ്ലാസ് ആക്കി ഇറക്കി വെച്ചാൽ മതി. ഇപ്പൊ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലേക്ക് വരിക. ദെൻ എക്സ്ട്രൂഡ് എടുക്കുകയാണ്. ഹൈറ്റ് ഞാൻ ചുമ്മാ മുകളിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ റിയലിസ്റ്റിക് എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ സംഭവത്തിന് കുറച്ചും താഴ്ത്തു കൊടുക്കാം. ഇവിടെ പിടിച്ച് കുറച്ചും താഴ്ത്തിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ട് കൊടുത്തതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ, താഴേക്ക് ഇറക്കി വെച്ചാൽ. അതാണ് ഉദ്ദേശം, വേറൊന്നുമല്ല. അപ്പൊ അതൊക്കെ പോട്ടെ. കട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു 3D ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു 3D ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷന്റെ പേരാണ് സബ്ട്രാക്ട്. ഒന്നുകൂടെ, ഒരു 3D ഒബ്ജക്റ്റിൽ നിന്നും മറ്റൊരു 3D ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷന്റെ പേരാണ് സബ്ട്രാക്ട്. കമാൻഡ് SU ആണ്. അപ്പൊ നമ്മളിവിടെ കമാൻഡ് ഏരിയയിൽ വന്ന് SU എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുന്നു. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം ഏതിൽ നിന്നാണോ കട്ട് ചെയ്യേണ്ടത്, അതായത് ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ കട്ട് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. നമുക്ക് ഇതിൽ നിന്നല്ലേ കട്ട് ചെയ്യണ്ടേ? അപ്പൊ അതിനെ സെലക്ട് ചെയ്ത് എന്റർ ചെയ്യുക. ഏതാണോ കട്ട് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക രണ്ടാമതായിട്ട്, ദെൻ എന്റർ ചെയ്യുക. സൂപ്പർ ആയില്ലേ? ദെൻ ഈ ഒരു തിക്നെസ് ഇപ്പം 3 ആണുള്ളത്. എനിക്കിപ്പോ ഇത് ഗ്ലാസ് ആണ് വേണ്ടത്, അത് 3 വേണ്ട. പകരം എനിക്കൊരു 1.5 സെന്റിമീറ്റർ മതി. അപ്പൊ ഞാൻ എക്സ്ട്രൂഡ് എടുക്കുകയാണ്. 1.5. ഓക്കെ, തൽക്കാലം ഇതിനെ സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു കളർ, ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും കൊടുക്കാം. ഇവിടെ കളേഴ്സ് ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മോർ കളേഴ്സ് യൂസ് ചെയ്യാം. ലൈറ്റ് ഒരു ഗ്ലാസ് പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഗ്ലാസിന്റെ ഒക്കെ മെറ്റീരിയലും ഇതിനൊക്കെ വുഡിന്റെ മെറ്റീരിയലും ഒക്കെ കൊടുക്കാം. അത് ഞാൻ പറയാം. ടെക്സ്ചർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കൂ. ഇവിടെ വയർ ഫ്രെയിം ആക്കുക. ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് മൂവ് എടുക്കുക. എന്നിട്ട് എന്താ പരിപാടി? ഇതിന്റെ മിഡ് പോയിന്റ് പിടിക്കുക.
ഒന്ന് ഓർത്തോയിൽ ഓഫ് ആക്കി കൊടുത്തോവാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഏത് ആംഗിളും മൂവ് ആവുമല്ലോ. then ഇതിന്റെ മിഡ് പോയിന്റ് കൊണ്ടുപോയി പിടിക്കുക, സെറ്റ്. അയവ then എന്ത് ചെയ്യുക, റിയലിസ്റ്റിക്കിലേക്ക് വരിക, സൂപ്പറായി. ടേബിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു ചെറിയ ഐഡിയയിൽ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഐഡിയ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഞാൻ ഹാപ്പിയായി. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് വേറൊന്നും പറയാനില്ല. എന്നാൽ ആയിക്കോട്ടെ, താങ്ക് യു. വീണ്ടും അടുത്ത ദിവസം കാണാം. ബൈ ബൈ.